ഹലോ, എന്തൊക്കെയുണ്ട്? സുഖല്ലേ? ഇന്ന് ഉച്ചക്കത്തെ സ്പെഷ്യലുള്ള മട്ടൻ ബിരിയാണി കേട്ടോ. സൂപ്പർ ടേസ്റ്റായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ആക്കുന്നത് നിങ്ങൾക്കും കൂടി കാണിച്ചതേ. ഞാനിവിടെ ഉള്ളി, തക്കാളി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പച്ചമുളക്, പുതിനയില, മല്ലിയില, മട്ടൻ ഇതെല്ലാം എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഉള്ളിയെല്ലാം വറുത്തിട്ട് മാറ്റി വെക്കാം. പിന്നെ ഒരു പാൻ എടുത്ത് അത് നെയ്യ് ഒഴിച്ച് കൊടുത്ത് അതിൽ ഉള്ളിയും കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നല്ലോണം വഴറ്റി കൊടുക്കുക. പിന്നെ വഴറ്റിക്കഴിഞ്ഞ ശേഷം അതിൽ തന്നെ തക്കാളിയും ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റും ഇട്ടിട്ട് ചെറുങ്ങനെ വഴറ്റി കൊടുക്കുക. അതിൽ തന്നെയാണ് കേട്ടോ ഞാൻ മട്ടൻ ഇടുന്നത്. അപ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ച ആ മട്ടൻ ഇട്ട് കൊടുത്തിട്ട് ചെറുങ്ങനെ വഴറ്റി കൊടുക്കുക. അതിൽ തന്നെ മഞ്ഞൾപ്പൊടിയും കുരുമുളകും ഇട്ട് നല്ലോണം ഇളക്കിയതിന് ശേഷം അവിടെ മൂടി വെക്കുക. എന്ന് വെച്ചാൽ ഇതിൽ തന്നെയാണല്ലോ വേവിക്കുന്നത്. അപ്പോൾ 1 മണിക്കൂർ 3/4 മണിക്കൂറെല്ലാം എടുക്കുക വെന്ത് വരാൻ വേണ്ടിയിട്ട്. അപ്പോഴത്തേക്ക് നമുക്ക് നെയ്ച്ചോറാക്കി വെക്കാം. ആദ്യം തന്നെ ഓയിലൊഴിച്ച് അതിൽ നെയ്യും ചേർത്ത് അതിൽ ഉള്ളിയും പട്ട, കറാമ്പ് അതെല്ലാം വഴറ്റിയെടുക്കുക. പിന്നെ ഉള്ളിൻ്റെ കളർ മാറുന്നത് വരെ വഴറ്റിയിട്ട ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അതിൽ ഉപ്പും കുറച്ച് കറിവേപ്പിലയും ഇട്ടിട്ട് അത് മൂടി വെക്കുക. അത് തിളച്ച് വരുന്നത് വരെ നിൽക്കുക. അപ്പോഴത്തേക്ക് നമുക്ക് അരി കഴുകിയെടുക്കുക. അപ്പോൾ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ കഴുകി വെച്ച റൈസ് ഇതിലേക്ക് ഇടാം കേട്ടോ. എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുത്ത് ഉപ്പ് കുറവായിട്ടുണ്ട്. അപ്പോൾ ഉപ്പും കൂടി ഇട്ടിട്ട് അത് അവിടെ മൂടി വെക്കുക. അപ്പോഴത്തേക്ക് മട്ടന് നല്ലോണം വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഒരു 3/4 മണിക്കൂർ എടുത്ത് വേകാൻ വേണ്ടിയിട്ട്. അതിൽ മല്ലിയിലയും പുതിനയിലയും കറിവേപ്പിലയും 1 ടീസ്പൂണ് പുളിയില്ലാത്ത തൈരും പിന്നെ ചെറുനാരങ്ങ നീരും അതും കൂടി ആക്കിയിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. നല്ലോണം ഇളക്കിയതിന് ശേഷം അതിൽ തന്നെ കുരുമുളക് പൊടിയും ഗരം മസാലപ്പൊടി മാത്രമായിട്ടാണ് ഇടുന്നുള്ളൂ. കുറേ മസാലകൾ ഇടുമ്പോൾ ടേസ്റ്റിന് വ്യത്യാസം വരും. അപ്പോൾ ഇത്രയായിട്ടാണ് പൊടികൾ ഇടുന്നുള്ളൂ. ചോറ് റെഡി ആയിട്ടുണ്ട്. അതേപോലെ മസാല റെഡി ആയിക്കഴിഞ്ഞാൽ അതിൽ കുറച്ച് മല്ലിയിലയും പിന്നെ കുറച്ച് ചെറുനാരങ്ങ നീരുമായ മസാലയും റെഡി കേട്ടോ. പിന്നെ നമുക്ക് ദമ്മിടാം. അടിപൊളിയാണ് കേട്ടോ. ഒരു രക്ഷയില്ല. നല്ല അടിപൊളി മസാലയാണ്. അടിപൊളി. നിങ്ങൾ ഉറപ്പായിട്ട് ആക്കി വെക്കണേ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ.